മുറ്റത്തേക്ക് ഇവരെ ഈ മതിൽ ചാടി ഓടി വന്നപ്പോൾ ഈ കുട്ടി ഓടി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു തന്നെ തീയിട്ടിക്കുകയാണ്, മണ്ണെണ്ണ പറഞ്ഞ് കാക്കു തീയിട്ടിക്കുകയാണ് കാരണം. അസ്സലാമു അലൈക്കും. മലപ്പുറത്ത് നിന്നും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. മലപ്പുറം അരുക്കുംപറമ്പ് സ്വദേശിനി ഷെഫ്ന എന്ന് പറയുന്ന സഹോദരിയെ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി മുൻഷാദ് എന്ന് പറയുന്ന അവരുടെ സ്വന്തം ഭർത്താവ് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് മുൻഷിദ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ കാഴ്ചവെച്ചത്. വളരെ സങ്കടം തോന്നിയ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇവർ രണ്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം 9 മാസം മാത്രമേ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. അത്രമാത്രം ചെറിയ ഒരു പീരീഡ് മാത്രമേ ഇവർ ജീവിച്ചിട്ടുള്ളൂ. ആ സമയത്ത് ആദ്യമെല്ലാം വളരെ മാതൃദമ്പതികളെ പോലെയായിരുന്നു ഇവരുടെ ജീവിതം. അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു രണ്ടുപേരും കഴിഞ്ഞിരുന്നത് എന്ന് തന്നെയാണ് കുടുംബക്കാരും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം തന്നെ ഒന്നടങ്കം പറയുന്നത്. പിന്നെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, തുടക്കത്തിലൊന്നും പ്രശ്നമില്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ മുതൽ തന്നെ ഈ മുൻഷാദ് എന്ന് പറയുന്ന വ്യക്തി ഒരു സംശയ രോഗിയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ തന്നെ ഡിവൈസായി പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതിൽ കുട്ടികളുമുണ്ട്. ഈ കുട്ടികളും അതുപോലെ തന്നെ ഷെഫ്നയുടെ കുട്ടികളും എല്ലാം തന്നെ അരുക്കുംപറമ്പുള്ള ഈ ജംഷാദിൻ്റെ വീട്ടിലാണ് താമസിച്ചു വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സംശയ രോഗമാണ്. ജഫ്ന എന്ന് പറയുന്ന സഹോദരി അവരുടെ സ്വന്തം ഉമ്മയെ ഫോണിൽ വിളിച്ചാൽ പോലും ഇദ്ദേഹത്തിന് സംശയമാണ്. ഇദ്ദേഹം അത് ഒളിഞ്ഞു നിന്ന് കേൾക്കും. അതുപോലെ തന്നെ നാട്ടുകാരോടും സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും തന്നെ പാടില്ല. അതുപോലെ തന്നെ അയൽവക്കത്തെ വീട്ടുകളിലേക്ക് പോകാൻ പാടില്ല. അത്രയ്ക്കും വലിയ നിയന്ത്രണങ്ങളാണ് ഈ മുൻഷാദ് എന്ന് പറയുന്ന വ്യക്തി ഷെഫ്നയ്ക്ക് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ആ ഒരു സംശയം വളർന്ന് അവസാനം അദ്ദേഹം അരുംകൊലയിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം ജംഷാദിൻ്റെ ഉമ്മയും ഉപ്പയും വീട്ടിലില്ലാത്ത തക്കം നോക്കി വന്നിട്ട് നട്ടുച്ചക്ക് ചിമ്മിണി പാർന്നു കൊണ്ടിട്ട് മണ്ണെണ്ണ ഒഴിച്ചു കൊണ്ടിട്ട് തീ കൊളുത്തി എന്നുള്ളതാണ്. അതിനുശേഷം ആ സഹോദരി ആ തീ കൊണ്ട് അടുത്ത വീട്ടിലേക്ക് പാഞ്ഞു കയറി എന്നുള്ളതാണ്. ആ സഹോദരൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ അവിടുന്ന് വരുന്ന സമയത്ത് ശബ്ദം കേട്ടിട്ട് ഓടി വന്നതാണ്. ഓടി വന്നപ്പോൾ ഈ കുട്ടി തൊള്ളടിന്ന് കേട്ടിട്ട് ഓടി വന്നപ്പോൾ മുറ്റത്തേക്ക് ഇവരെ ഈ മതിൽ ചാടി ഓടി വന്നപ്പോൾ ഈ കുട്ടി ഓടി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു തന്നെ തീയിട്ടിക്കുകയാണ്, മണ്ണെണ്ണ പറഞ്ഞ് കാക്കു തീയിട്ടിക്കുകയാണ് കാരണം. അത് മാത്രമേ പറഞ്ഞത് അവിടുന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആകെ കത്തിയിരുന്നു. ആകെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ കിടക്കുകയും ചെയ്തു. വെള്ളം കൊണ്ടുപോയിക്കാണ്ട് പിന്നെ ഊസ് കുടിച്ചിട്ട് അടിച്ചു. നല്ല കത്തിയിരുന്നു. ബെഡൊക്കെ ആകെ കത്തി. അയൽവാസി പറയുന്നതാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹം പറയുകയാണ് കാക്കു എന്നെ തീ കൊളുത്തി എന്ന് പറയുകയാണ്. ഏകദേശം ശരീരത്തിൻ്റെ 70% തീയുമായിട്ടാണ് ആ സഹോദരി ആ വീട്ടിലേക്ക് പാഞ്ഞു കയറിയത്. അവിടെ നിന്ന് ആൾക്കാർ കഴിയുന്ന വിധത്തിൽ ആ തീയെല്ലാം അണച്ച ശേഷം പെട്ടെന്ന് തന്നെ അവരെ പെരിന്തൽമണ്ണയിലുള്ള ജില്ലാ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. എങ്കിലും അവിടെ നിന്നും ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് ചികിത്സ കിട്ടാൻ വേണ്ടി മാറ്റി. അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. ഇവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ കല്യാണത്തിലും അതുപോലെ തന്നെ രണ്ടുപേർക്കും മക്കളുണ്ട് എന്നുള്ളതും അതിലും വലിയ ഒരു വിഷമമാണ്. ആ കുട്ടികളെ എല്ലാം യത്തീം മക്കളാക്കി മാറ്റുകയായിരുന്നു ഈ വൃത്തികെട്ട മുൻഷിദ് എന്ന് പറയുന്ന മനുഷ്യൻ. അത്രക്കും മൃഗീയമായ ഒരു ചെറ്റത്തരമാണ് കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ തെളിവെടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് പോലീസുകാർ ഏകദേശം 2 മണിക്കൂർ നീണ്ട തെളിവെടുപ്പാണ് നാട്ടിൽ നടത്തിയത്. എല്ലാവരും ഒന്നടങ്കം അദ്ദേഹത്തിനെതിരെ ആക്രോശിക്കുന്നത് അവിടെ നിന്ന് സമയത്ത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഇവനെ ഒരിക്കലും സാറേ പുറത്തു വിടരുത്, ഇവൻ നാടിന് തന്നെ ദോഷമാണ്, ഞങ്ങൾക്ക് പേടിയാണ് ഇവിടെ ജീവിക്കാൻ, തീർച്ചയായിട്ടും മരണം വരെ ഉള്ളിലിടണം, തൂക്കിക്കൊല്ലണം എന്നൊക്കെയാണ് അവിടെ നിന്നുള്ള ആൾക്കാർ വിളിച്ചു പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെല്ലാം കുറച്ച് ശിക്ഷ കുറഞ്ഞു പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം കിട്ടുന്നത് പോലെ പെട്ടെന്ന് തന്നെ തീർച്ചയായിട്ടും ഇത്തരം തെറ്റുകൾക്കൊക്കെ തൂക്കുകയർ അല്ലെങ്കിൽ വധശിക്ഷ വിധിക്കുക തന്നെ വേണം. ഇവനെപ്പോലുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും പുറത്തു വന്നു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് മാത്രമല്ല, നാട്ടുകാർക്ക് മാത്രമല്ല, കുടുംബക്കാർക്ക് മാത്രമല്ല, നമ്മുടെ നാടിന് വരെ നാശമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സഹോദരി വേദന കൊണ്ട് പൊളഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുപോലെ 70% പൊള്ളലേൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. ആ സഹോദരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും. അയൽവാസിയാണ്, അദ്ദേഹം തന്നെ പോയിട്ടാണ് അത് അവിടെ തീപിടിച്ച ബെഡ് വരെ കിടത്തിയത് എന്നുള്ളത്. അതിനുവരെ തീപിടിച്ചിട്ടുണ്ട്. ആ തീയുമായിട്ടാണ് ഓടി അപ്പുറത്തുള്ള അയൽപക്കത്തുള്ള വീട്ടിൽ പോയിട്ട് എന്നെ രക്ഷിക്കണമെന്ന് ആ സഹോദരി പറഞ്ഞത്. ഒരു കാരണവശാലും ഇവനെ ഒന്നും പുറത്തുവിടാൻ വേണ്ടി പാടില്ല. നിയമത്തിൻ്റെ കണ്ണിൽ കിട്ടുന്ന അർഹിക്കുന്ന ശിക്ഷ എത്ര വലുതായാലും തീർച്ചയായിട്ടും
അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മുടെ നിയമ സംവിധാനത്തിന് സാധിക്കണം. പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ സഹോദരിയുടെ രണ്ടാം വിവാഹമാണ്. അതുപോലെ തന്നെ മുൻഷിദ് എന്ന് പറയുന്ന വ്യക്തിയുടെയും രണ്ടാം വിവാഹമാണ്. രണ്ടാം വിവാഹം എന്നൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വിവാഹത്തിൽ പരാജയപ്പെട്ടപ്പോഴാണ് രണ്ടാമത്തെ വിവാഹത്തിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും 100 വട്ടം, ഒന്നല്ല രണ്ടല്ല 100 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അത്തരത്തിൽപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതായാലും ഒന്നാമത്തെ കല്യാണം കഴിഞ്ഞതാണ്, രണ്ടാമത്തത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരുവിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ആലോചന എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ ഡിവേഴ്സായി പോയി എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ നാട്ടിലുള്ള എല്ലാവരും പറയും ഇദ്ദേഹം ഒരു സംശയരോഗിയാണ്, അതിൻ്റെ പുറത്താണ് ഫസ്റ്റത്തെ കല്യാണം പോയത് എന്ന്. അത് ആലോചിക്കാതെ നടത്തിയ വിവാഹം കൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ കല്യാണം ഇത്രയും വലിയ ഒരു അബദ്ധത്തിലേക്ക് തീർച്ചയായിട്ടും പോയിക്കൊണ്ട് ചെത്തിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ജീവിതം തിരഞ്ഞെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വലിയ ഒരു ചിന്തയും ആലോചനയും കരുതലും തീർച്ചയായിട്ടും നിർബന്ധമാണ്. അല്ല എങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതം ഒരിക്കലും സുരക്ഷിതമായിരിക്കുകയില്ല. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന കുട്ടികളെ കൂടി നമ്മൾ അനാഥമാക്കുകയാണ്. തീർച്ചയായിട്ടും അത് ചിന്തിച്ച് ചെയ്യുക. അല്ലാത്ത കാലത്തോളം നമുക്ക് ഇത്തരത്തിൽപ്പെട്ട ഓരോ വാർത്തകൾ പിന്നെയും നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. ഏതായാലും ഷഫ്ന എന്ന് പറയുന്ന ആ സഹോദരിയുടെ ഖബറിടം പടച്ച തമ്പുരാൻ വിശാലമാക്കി കൊടുക്കട്ടെ, മഹഫിറത്ത് കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ദുആയിലും നിങ്ങൾ ഉൾപ്പെടുത്തുക. അത്തരത്തിൽപ്പെട്ട വാർത്തകൾ കേൾക്കാതിരിക്കാൻ പരമാവധി പടച്ച തമ്പുരാനോട് നിങ്ങൾ ദുആ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.